Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 37ാമത്തെ വീഡിയോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ. Compound interest is the addition of interest to the principal sum of a loan or deposit, or in other words, interest on interest. It is the result of reinvesting interest rather than paying it out, so that interest in the next period is then earned on the principal sum plus previously accumulated interest. Principal keeps changing every year. Here interest on interest is also earned, thus money grows faster when compounding is done. Compound interest in principal keeps changing every year. In simple interest, principal keeps the same. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും ഒരേ പ്രിൻസിപ്പൽ തന്നെയാണ് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പൽ അതിനോട് ചേർന്ന് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കൂട്ടി ആ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ചേർത്ത എമൗണ്ട് ആണ് സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പലായിട്ട് വരുന്നത്. പിന്നീട് അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്ന രീതിയിലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. Let P be the principal, R be the rate of interest per annum, and N be the number of years. Then sum or amount at the end of nth year or amount after n years is A equal to P into 1 plus R by 100 raised to n. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം, വാർഷിക പലിശ നിരക്ക്, n നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ, അല്ലെങ്കിൽ സം അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ, അല്ലെങ്കിൽ സം ആഫ്റ്റർ n ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. എമൗണ്ട് ആഫ്റ്റർ n ഇയേഴ്സ് ഓർ എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് nth ഇയർ. എന്ന് പറയുന്നത് പലിശ ഉൾപ്പെടെയുള്ള തുകയാണ്. അപ്പോൾ പി രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ ആർ എന്ന് പറയുന്നതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം വാർഷിക പലിശ നിരക്കുമാണ്. n വർഷത്തേക്കാണെങ്കിൽ n വർഷങ്ങൾക്കു ശേഷം അല്ലെങ്കിൽ n-ാം വർഷം അവസാനം ലഭിക്കുന്ന പലിശ ഉൾപ്പെടെയുള്ള തുക പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. ആ പലിശ ഉൾപ്പെടെയുള്ള തുകയ്ക്കാണ് നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് പലിശ ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ്. അതിൽ പ്രിൻസിപ്പൽ പി മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് പലിശ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എ മൈനസ് പി. അതായത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ മൈനസ് പി. പി ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ മൈനസ് 1. ഇതാണ് ഫോർമുല. എമൗണ്ട് ആഫ്റ്റർ n ഇയേഴ്സ് ഈസ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ, ദാറ്റ് ഈസ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ മൈനസ് 1. നമുക്ക് ഈ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എന്നുള്ള ഫോമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് പി ബി ദ പ്രിൻസിപ്പൽ, ആർ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം, ആൻഡ് എൻ ബി ദ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു പി രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം n വർഷത്തേക്ക്. വാർഷിക പലിശ നിരക്ക് 6 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫോമിലേക്ക് നമ്മൾ എത്തുന്നത്? പി എന്ന് പറയുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, n വർഷത്തേക്കാണ്, വാർഷിക പലിശ നിരക്ക് 6 ആണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. പ്രിൻസിപ്പൽ ഫോർ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് പി ആണ്. ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ആ പി രൂപയ്ക്ക് 6% പലിശ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ആർ ബൈ 100, അതായത് പി ആർ ബൈ 100. ഇനി എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. അപ്പോൾ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിലെ എമൗണ്ട്, പലിശ ഉൾപ്പെടെയുള്ള മുതൽ, ഒരു വർഷം അവസാനം, 1-ാം വർഷം അവസാനം നമുക്ക് ലഭിക്കുന്ന തുക, ശരിക്ക് കിട്ടേണ്ട തുക പി പ്ലസ് പി ആർ ബൈ 100. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പിയും അതിൻ്റെ ഇൻട്രസ്റ്റായ പി ആർ ബൈ 100ഉം ചേർത്ത് പി പ്ലസ് പി ആർ ബൈ 100 റുപ്പീസാണ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നത്. അതാണ് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ.
പി ഔട്ട്സൈഡ് എടുത്ത പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100. ഇനി അപ്പോൾ സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ ഫോർ ദ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ആണ് പ്രിൻസിപ്പൽ ഫോർ ദ സെക്കൻഡ് ഇയർ ആവുക. അക്കൗണ്ടിൽ നമുക്ക് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റുപ്പീസ് ആണ് ഉണ്ടാവും. ഇനി സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഫോർ ദ സെക്കൻഡ് ഇയർ എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100. അതായത് സെക്കൻഡ് ഇയറിൽ പ്രിൻസിപ്പൽ ചേഞ്ച് ചെയ്തു. പ്രിൻസിപ്പൽ എല്ലാ ഇയറിലും ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പി ആയിരുന്നു, സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും പ്രിൻസിപ്പൽ മാറി പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ആയി. അതിന് പലിശ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. അപ്പോൾ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100 ആണ് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ്. ഇനി രണ്ടാം വർഷം അവസാനം നമുക്ക് എത്ര ഉണ്ടായിരിക്കും അക്കൗണ്ടിൽ? എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഇയർ വരെ ഉണ്ടായിരുന്നത് അതാണ്. സെക്കൻഡ് ഇയറിലെ പലിശയായിട്ട് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100 വന്നു. ഇത് രണ്ടും കൂടെ ചേർക്കണം. പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ ദ സെക്കൻഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100. ഈ രണ്ടെണ്ണത്തിലും പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100ലും പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100ലും കോമൺ ആയിട്ട് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഉണ്ടായിരിക്കും. ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100ൽ നിന്ന് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഔട്ട്സൈഡ് എടുത്തപ്പോൾ ഇൻസൈഡിൽ 1. അടുത്തത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100ൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഔട്ട്സൈഡ് എടുത്താൽ ഇൻസൈഡിൽ ആർ ബൈ 100 അങ്ങനെ ഉണ്ടാവുന്നത്. അതായത് 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2 പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2. അതായത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100. എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2. അപ്പോൾ പ്രിൻസിപ്പൽ ഫോർ ദ തേർഡ് ഇയർ എന്ന് പറയുന്നതാണ് രണ്ടാം വർഷം അവസാനം അക്കൗണ്ടിലുള്ള തുക തന്നെയാണ് മൂന്നാം വർഷത്തെ പ്രിൻസിപ്പലായിട്ട് വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോർ ദ തേർഡ് ഇയർ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2. ഇനി ഇൻട്രസ്റ്റ് ഫോർ ദി തേർഡ് ഇയർ ഈ എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ഇയറിൽ നമുക്ക് അക്കൗണ്ടിൽ ആകെ ഉള്ളത് തേർഡ് ഇയറിൽ നോക്കുമ്പോൾ ഇത്രയാണ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 6% ഇൻട്രസ്റ്റ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2 ഇൻറ്റു ആർ ബൈ 100. അപ്പോൾ തേർഡ് ഇയറിൽ നമുക്ക് ഏതായിരുന്നു പ്രിൻസിപ്പൽ? ആ വർഷത്തെ പലിശയായിട്ട് നമുക്ക് ഇത്രയും കിട്ടിയാൽ ആ വർഷം അവസാനം മൂന്നാം വർഷം അവസാനം എത്ര ഉണ്ടായിരിക്കും? ഇത് രണ്ടും കൂടെ ചേർത്തതുണ്ടാവും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ പ്ലസ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഇൻറ്റു ആർ ബൈ 100. ഇതിൽ രണ്ടിലും കോമൺ ആണ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ. അത് ഔട്ട്സൈഡ് എടുത്തു. പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തപ്പോൾ ഇവിടെ എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയറിൽ നിന്ന് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തപ്പോൾ ഇൻസൈഡിൽ 1. അടുത്തത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഇൻറ്റു ആർ ബൈ 100ൽ നിന്ന് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഔട്ട്സൈഡ് എടുത്താൽ ഇൻസൈഡിൽ ആർ ബൈ 100. അപ്പോൾ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 3 പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 3. ഇത് നമുക്ക് ലഭിച്ചത് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 നമ്മൾ പ്രൂവ് ചെയ്തു. എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എന്നാണ് നമുക്ക് കിട്ടിയത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 3. അപ്പം ഇങ്ങനെയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100, അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 സ്ക്വയർ, അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 3. ദെൻ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ എന്തായിരിക്കും? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n. എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n. Therefore, amount at the end of nth year നമ്മൾ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n ആണ്. അപ്പോൾ എന്നാം വർഷം അവസാനം എ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n രൂപ ഉണ്ടായിരുന്നു എന്നാം വർഷം അവസാനം. പക്ഷെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക പി ആണ്. അപ്പോൾ എന്നാം വർഷം അവസാനം ലഭിച്ച തുക എയിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പി രൂപ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ബാക്കിയെല്ലാം എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എ മൈനസ് പി ആണ്. അതായത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n മൈനസ് പി.
അല്ലെങ്കിൽ പി ഔട്ട് സൈഡ് എടുത്താൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n മൈനസ് 1. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെ. Find the sum and interest at the end of 4 years for rupees 10,000 at 10% per annum compound interest. Find the sum and interest at the end of 4 years for rupees 10,000 at 10% per annum compound interest. 10,000 രൂപയ്ക്ക് 10% വാർഷിക പലിശ നിരക്കിൽ 4-ാം വർഷ അവസാനം ലഭിക്കുന്ന സം അഥവാ എമൗണ്ട്, പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം, അതുപോലെ എമൗണ്ട് കാണണം. We know that amount after n years is p into 1 plus r by 100 raised to n. Here p principal is 10,000. Small letter r rate of interest per annum ഇവിടെ 10 ആണ്. r equal to 10. n number of years is 4. Therefore p equal to 10,000, r equal to 10, n equal to 4. Amount after n years or sum at the end of nth year is a equal to p into 1 plus r by 100 raised to n. Sum at the end of 4th year, നമുക്കിവിടെ sum at the end of 4 years എന്നാണ്. Sum at the end of 4th year is a equal to 10,000 into 1 plus 10 by 100 raised to n. 10 by 100 0 0 cancel ചെയ്തു. 1 by 10 0.1, 1 plus 0.1 1.1 raised to 4. 10,000 into 1.1 raised to 4. 1.1 raised to 4. 1.1 into 1.1 into 1.1 into 1.1. 1.4641. 1.4641 ആണ് വരുന്നത്. അതിനെ 10,000 കൊണ്ട് ഗുണിച്ചാൽ 14,641. 14,641 രൂപ. അപ്പോൾ 10,000 രൂപ 14,641 രൂപയായിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ 14,641 നിന്ന് 10,000 സബ്ട്രാക്റ്റ് ചെയ്താൽ 4,641 രൂപ കിട്ടും. അത്രയും നമുക്ക് പലിശയായിട്ട് ലഭിച്ചതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചതാണ്. അപ്പോൾ സം അറ്റ് ദി എൻഡ് ഓഫ് 4th ഇയർ എന്ന് പറയുന്നത് 14,641. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈക്വൽ ടു എ മൈനസ് പി equal to 14,641 minus 10,000 equal to 4,641. Sum at the end of 4 years is rupees 14,641 and interest equal to rupees 4,641. Find the compound interest for rupees 7,000 for 4 years if interest is payable half yearly at 6% per annum. Find the compound interest for rupees 7,000 for 4 years if interest is payable half yearly at 6% per annum. 7,000 രൂപയ്ക്ക് 4 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആയിട്ടാണ്. വാർഷിക പലിശ നിരക്ക് 6%. അപ്പോൾ പി ഈക്വൽ ടു 7,000. n ഈക്വൽ ടു 4 ഇയേഴ്സ്. 4 വർഷമാണ്, പക്ഷേ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയേഴ്സ്ലി ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ എത്ര ഹാഫ് ഇയേഴ്സിൻ്റെ 4 വർഷത്തിൽ 4 വർഷത്തിൽ 4 ഇൻറ്റു 2 8 ഹാഫ് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഈക്വൽ ടു 4 ഇൻറ്റു 2 ഹാഫ് ഇയർലി പീരീഡ്സ്. ദാറ്റ് ഈസ് 8 ഹാഫ് ഇയർലി പീരീഡ്സ്. അതുപോലെ സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഇവിടെ 6% പെർ ആനം ആണ്. വാർഷിക പലിശ നിരക്ക് 6 ആണ്. പക്ഷേ അതിന് ഹാഫ് ഇയർലി ആകുമ്പോൾ എത്ര ഹാഫ് ഇയർലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റും ഹാഫ് ഇയർലി ആയിരിക്കും. അതായത് 6/2% പെർ ഹാഫ് ഇയർലി. ദാറ്റ് ഈസ് 3% പെർ ഹാഫ് ഇയർലി. അപ്പോൾ നമുക്ക് പി കിട്ടി 7,000. n ഈക്വൽ ടു 8 ഹാഫ് ഇയർലി പീരീഡ്സ്. r ഈക്വൽ ടു 3% പെർ ഹാഫ് ഇയർലി. ഇനി നമുക്ക് എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 4 ഇയേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 4 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമുല എമൗണ്ട് ആഫ്റ്റർ n ഇയേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് nth ഇയർ എന്ന് പറയുന്നത് എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n.
P equal to 7000, N equal to 8, R equal to 3. Capital A equal to P into 1 plus R by 100 raised to N. Values ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7000 into 1 plus R എന്ന് പറയുന്നത് 3 ആണ്. 3 by 100 raised to 8. 3 by 100 എന്ന് വെച്ചാൽ 0.03. 3 by 100 equal to 0.03. 1 plus 0.03, 1.03. 7000 into 1.03 raised to 8. 7000 into 1.03 raised to 8 equal to 7000 into 1.2668 equal to 8867. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എ മൈനസ് പി. അതായത് 7000 രൂപ 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 8867 രൂപയായി. അപ്പോൾ ഈ 8867 നിന്ന് 7000 മൈനസ് ചെയ്താൽ ലഭിക്കുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് 1867 രൂപ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 1867. Mr. A borrowed rupees 20,000 from a money lender, but he could not repay any amount in a period of 4 years. So the money lender demanded rupees 26,500 from him. What is the rate of compound interest charged? Mr. A borrowed rupees 20,000 from a money lender, but he could not repay any amount in a period of 4 years. So the money lender demanded rupees 26,500 from him. What is the rate of compound interest charged? 20,000 രൂപ കടം വാങ്ങി 4 വർഷം ഒന്നും തിരിച്ചു കൊടുക്കാതെ 26,500 രൂപ ഡിമാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇവിടെ പി എന്ന് പറയുന്നത് 20,000 രൂപ. എമൗണ്ട് ആഫ്റ്റർ 4 ഇയേഴ്സ് 26,500. അപ്പോൾ എ എന്ന് പറയുന്നത് 26,500. എൻ എന്ന് പറയുന്നത് 4. കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ലെറ്റർ ആർ. ഹിയർ പി ഈക്വൽ ടു 20,000, എ ഈക്വൽ ടു 26,500, എൻ ഈക്വൽ ടു 4 ഇയേഴ്സ്, സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യണം. സ്മോൾ ലെറ്റർ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ വാല്യൂ 26,500 ഈക്വൽ ടു പി. പി എന്ന് പറയുന്നത് 20,000. 20,000 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4. എൻ 4 ആണ്. അടുത്ത സ്റ്റെപ്പ് ഈ 20,000 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 26,500 ബൈ 20,000 ഈക്വൽ ടു 1 പ്ലസ് 4 ആർ ബൈ 100 റേസ് ടു 4. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 26,500 ബൈ 20,000 എത്രയാണെന്ന് നോക്കാം. 1.325 ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4. തിരിച്ചെഴുതി. 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 ഈക്വൽ ടു 1.325. 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 ഈക്വൽ ടു 1.325. നമുക്കിനി രണ്ട് രീതിയിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഒന്ന് ലോഗരിതം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചും ചെയ്യാം. വൺ പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 ഈക്വൽ ടു 1.325. നമ്മൾ ലോഗരിതം ഉപയോഗിച്ച് ചെയ്യണം ആദ്യം. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 ഈക്വൽ ടു ലോഗ് 1.325. ഈ റിലേഷൻ്റെ രണ്ട് സൈഡിലും ലോഗരിതം ഉപയോഗിച്ചു. ഇനി ലോഗ് 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് ആർ ബൈ 100 എന്നാണ്. ലോഗ് എ റേസ് ടു എൻ, എൻ ഇൻറ്റു ലോഗ് എ. അപ്പോൾ ലോഗ് 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് ആർ ബൈ 100. ഇനി ലോഗ് 1.325 സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ലോഗ്, ഇവിടെ ലോഗ് ഉണ്ട്, ആ ലോഗ് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രാക്കറ്റ് വരും. ഈ ലെഫ്റ്റിലെ ബ്രാക്കറ്റാണ് ആദ്യം വരുന്നത്. അതിനുശേഷം 1.325 എടുക്കുക. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക ഇവിടെ. അതിനുശേഷം ഈക്വൽ ടു ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. അതിന് 4 ഡെസിമലിന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 0.1222 എന്ന് കിട്ടും. ഇനി ഈ 4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ലോഗ് 1 പ്ലസ് ആർ ബൈ 100 ഈക്വൽ ടു 0.122 ബൈ 4. സിംപ്ലിഫൈ ചെയ്താൽ 0.03055.
നമുക്കിപ്പോൾ ലോഗ് 1+r/100 ആണ് കയ്യിലുള്ളത്. വേണ്ടത് 1+r/100 ആണ്. പിന്നെ ഈ ലോഗ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു ആൻറ്റി ലോഗ് രണ്ട് സൈഡിലും എടുക്കുക. ഇവിടെ ലോഗരിതം എടുത്തതുപോലെ ആൻറ്റി ലോഗരിതം രണ്ട് സൈഡിലും എടുക്കുകയാണ്. ആൻറ്റി ലോഗ് 1+r/100. ഇവിടെ ലോഗ് 1+r/100 ഉണ്ട്. ആൻറ്റി ലോഗരിതം എടുക്കുമ്പോൾ ആൻറ്റി ലോഗ് 1+r/100 ഈക്വൽ ടു ആൻറ്റി ലോഗ് 0.03055 ഇങ്ങനെ കിട്ടും. ഇത്രയും വരും. Antilog log 1+r/100 equal to antilog 0.03055. Antilog log എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 1+r/100 ആവും. ഇനി antilog 0.03055 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ആൻറ്റിലോഗ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷിഫ്റ്റ് ലോഗ് അടിക്കുക. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ ലോഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 10⁻2 എന്നിങ്ങനെ കാണാം. പിന്നീട് 0.03055 അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ് ആ വാല്യൂ എടുത്തു. ഈക്വൽ ടു അടിച്ചാൽ നമുക്ക് കിട്ടും 1.072877716. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1.073 എന്ന് എഴുതാം. 1+r/100 ഈക്വൽ ടു 1.073. അപ്പോൾ r/100 ഈ 1 റൈറ്റ് സൈഡിലേക്ക് പോയി. r/100 ഈക്വൽ ടു 1.073, ഈ 1 റൈറ്റ് സൈഡിലേക്ക് -1. അപ്പോൾ എന്ത് വരും? r/100 ഈക്വൽ ടു 0.073. ഇനി r കാണാൻ /100 അങ്ങോട്ട് പോയി. r ഈക്വൽ ടു 0.073 ഇൻറ്റു 100 ഈക്വൽ ടു 7.3. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 7.3% പെർ ആനം. 7.3%. ഇവിടെ ആൻറ്റിലോഗ് കാണുന്നതാണ് ഒരു പരിചയമില്ലാത്ത രീതി ഉണ്ടാവുക. അപ്പോൾ ആൻറ്റിലോഗിരുന്ന് കാണാൻ ഷിഫ്റ്റ് ലോഗ് പിന്നെ ഈ വാല്യൂ അടിക്കാം. ഷിഫ്റ്റ് ലോഗ് കഴിഞ്ഞ് ഈ വാല്യൂ അടിക്കാം. അപ്പം ഇങ്ങനെ 1.0728 കിട്ടി. അതൊരു 3 ഡെസിമലിന് കറക്റ്റ് ചെയ്തു. 7.3%. സംശയം ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് കണ്ടാൽ മതി. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നേരിട്ട് ലോഗരിതം ഉപയോഗിക്കാതെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നേരിട്ട് കാണാൻ തോന്നുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓർ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ലോഗരിതം ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള സ്റ്റെപ്പ് നേരത്തെ ചെയ്ത് തന്നെ 1+r/100 ഈക്വൽ ടു 1.325 നേരെ കിട്ടി. 1+r/100 കാണാൻ എന്ത് ചെയ്യണം? ഈ 4 ഹോൾ റേസ്റ്റ് 1/4 എടുത്താൽ ഇവിടെ 1+r/100 ഈക്വൽ ടു 1.325 ആണെങ്കിൽ 1+r/100 എന്തായിരിക്കും? 1.325 1/4. നമ്മൾ നേരത്തെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. a⁻x ഈക്വൽ ടു k ആണെങ്കിൽ a ഈക്വൽ ടു k⁻1/x എന്ന് പറയാം. അപ്പോൾ അതുപോലെയാണ് ഇവിടെ 1+r/100 ഈക്വൽ ടു 1.325 ആണെങ്കിൽ 1+r/100 എന്ന് പറയുന്നത് 1.325 1/4 ആയിരിക്കും. 1.325 1/4. ഇനി നമുക്ക് അതാണ് കാണേണ്ടത്. 1.325 1/4 നമുക്ക് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കാണാം. എങ്ങനെയാണ്? 1.325 എടുത്തു. 1.325 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനൊരു ബട്ടൺ ഉണ്ട്. എക്സ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഇതുപോലെയൊരു സംഭവം വരും. ഈ എക്സിൻ്റെ മുകളിലുള്ള ഒരു ചതുരം പോലെ ഒരു ചതുരം ഇവിടെ കിട്ടും. അവിടെ നമുക്ക് 1/4 ചെയ്ത് നോക്കാം. 1/4. അപ്പോൾ ചെയ്യേണ്ടത് 1.325 ചെയ്യുക. 1.325 ക്ലിക്ക് എടുക്കുക. അതിനുശേഷം ഈ x⁻2 ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 1.325 മുകളിലായിട്ടൊരു ഇതുപോലൊരു ചതുരം വരും. അവിടെ 1/4 പിന്നെ ഈക്വൽ ടു ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും. 1.078869767. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ 3 ഡെസിമലിന് കറക്റ്റ് ചെയ്യുമ്പോൾ 1.073 എന്ന് കിട്ടും. 1.07288 1.073. അപ്പോൾ എന്ത് വരുന്നു? നേരത്തെ പോലെ തന്നെ r/100 എന്ന് പറഞ്ഞാൽ ഈ 1 എടുത്ത് മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകും. 1.073 -1, അതായത് 0.073. r ഈക്വൽ ടു 0.073 ഇൻറ്റു 100. r ഈക്വൽ ടു 7.3. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 7.3%. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോഗരിതം ഒന്നും വേണ്ട, നേരിട്ട് ചെയ്യാം. ഏതായാലും സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുമെങ്കിൽ ലോഗരിതം ഉപയോഗിക്കാതെ ഈ രീതി ചെയ്യുന്നതാണ്
സൗകര്യം. In what time will a sum of rupees 1, 2, 3, 4 amount to rupees 5, 6, 7, 8 at 8% per annum compound interest payable quarterly? In what time will a sum of rupees 1, 2, 3, 4 amount to rupees 5, 6, 7, 8 at 8% per annum compound interest payable quarterly? 1234 രൂപ എത്ര സമയം കൊണ്ട് 5678 രൂപയാകും? വാർഷിക പലിശ നിരക്ക് 8%. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ക്വാർട്ടർലി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ക്വാർട്ടർലി ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 1234 രൂപ എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് 5678 രൂപയാകുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര കാലം കൊണ്ട്, എൻ ആണ് കാണേണ്ടത്. 1234 5678 ആവുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 1234, അതുപോലെ എമൗണ്ട് എ എന്ന് പറയുന്നത് 5678. ഇനി ഇൻട്രസ്റ്റ് ആർ എന്ന് പറയുന്നത് 8% പെർ ആനം ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാർട്ടർലി ആയിട്ടാണ്. അപ്പോൾ വാർഷിക പലിശ നിരക്ക് 8% ആണെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് വരുമ്പോൾ എന്ത് വരും? 8/4, 2% പെർ ക്വാർട്ടർലി. ഇനി നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എൻ ആണെങ്കിൽ എൻ വർഷത്തിൽ, ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ പീരീഡ്സ് ഉണ്ടാവും. 2 വർഷത്തിൽ 8 കാൽ വർഷങ്ങൾ അല്ലെങ്കിൽ ക്വാർട്ടർ ഇയേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ ഇയേഴ്സിൽ 4n ക്വാർട്ടർലി പീരീഡ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ക്വാർട്ടർ ഇയേഴ്സ് ഉണ്ടാവും. ഇനി എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 എ എന്ന് പറയുന്നത് 5, 6, 7, 8. 5, 6, 7, 8 ഈക്വൽ ടു 1, 2, 3, 4 ഇൻറ്റു 1 + 2/100 ഇനി 5, 6, 7, 8 by 1, 2, 3, 4 ഈക്വൽ ടു 2/100 എന്ന് പറഞ്ഞാൽ 2/100 0.02, 1 + 0.02 1.02, 1.02 അതായത് 1.02 എന്ന് പറയുന്നത് 5, 6, 7, 8/1, 2, 3, 4. അതിൻ്റെ വാല്യൂ 1.02 ഈക്വൽ ടു 4.6013. ഇനി നമുക്കിതിൽ നിന്ന് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ കാണണമെങ്കിൽ നമുക്കിവിടെ നേരിട്ട് 1.02 ഈ 4n അങ്ങോട്ട് പോവുകയാണെങ്കിൽ 1/4n വരുള്ളൂ. അപ്പോഴും എൻ കിട്ടില്ല. അതായത് 1.02 ഈക്വൽ ടു 4.6013 ഹോൾ റേസ് 1/4n എഴുതാൻ വേണമെങ്കിൽ. അതുകൊണ്ട് എൻ കിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ലോഗരിതം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് മാത്രം, ലോഗരിതം എന്നുള്ള ആ ഒരു ആശയം ഉപയോഗിച്ച് മാത്രമേ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് 1.02 ഈക്വൽ ടു ലോഗ് 4.6013. ലോഗ് 1.02 എന്ന് പറഞ്ഞാൽ എന്താണ്? 4n ഇൻറ്റു ലോഗ് 1.02, ലോഗ് a/n ഇൻറ്റു ലോഗ് a. അത് ഉപയോഗിച്ച് നമുക്ക് ആ രീതി ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യണം. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് 1.02 ഈക്വൽ ടു ലോഗ് 4.6013. ദാറ്റ് ഈസ് 4n ഇൻറ്റു ലോഗ് 1.02 ഈക്വൽ ടു 0.6629. ഈ വാല്യൂ കിട്ടിയത് ഇവിടുന്നാണ്, ലോഗ് 4.6013. നമുക്ക് ലോഗ് ക്ലിക്ക് ചെയ്തു, പിന്നെ 4.6013 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഈക്വൽ ടു ചെയ്താൽ 0.66288, അപ്പോൾ 6629. ദാറ്റ് ഈസ് 4. ഇനി ലോഗ് 1.02 എത്രയാണ് നോക്കാം. ലോഗ് 1.02 ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോഗ് 1.02, ലോഗ് 1.02 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഈക്വൽ ടു 8.6001711762 ഇൻറ്റു 10⁻³ 10⁻³ എന്നാണ്. 10⁻³ പറഞ്ഞാൽ ഒരു 3 ഡെസിമൽ ഇങ്ങോട്ട് നീക്കണം. ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഇനി 2 ഒന്ന് നീക്കിയാൽ 0.0086. 4n ഇൻറ്റു ഇവിടെ 10⁻³ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് 0.008. 10⁻³ എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് 3, ഇവിടെ 8 പോയിൻ്റ് ആണ്. ഇനി ഒരു 3 ഡെസിമൽ കൂടെ ഇങ്ങോട്ട് വരണം, നീങ്ങണം. അപ്പോൾ 8 വരണം, പിന്നെ 2 0 കൂടെ ചേർക്കും, 0.0086. 4n ഇൻറ്റു 0.0086 ഈക്വൽ ടു ലോഗ് 4.6013 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 0.6629.
ഇനി 4n ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി 4n ഈക്വൽ ടു 0.6629 ബൈ 0.0086 ഇൻറ്റു 4 n ഇവിടെ നിർത്തി ഈ 4 കൊണ്ട് കൊണ്ടുവന്നു. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 19.27 ഇയേഴ്സ് എന്ന് പറയുന്നത് 19.27 ഇയേഴ്സ്. Therefore number of years required for rupees 1234 to become rupees 5678 is 19.27 years. 19.27 years. A man borrowed a certain amount of money, 12% compound interest per annum, and cleared the debt by paying rupees 9408 at the end of 2 years. Find the sum borrowed. A man borrowed a certain amount of money, 12% compound interest per annum, and cleared the debt by paying rupees 9408 at the end of 2 years. Find the sum borrowed. ഒരാൾ കുറച്ച് പണം കടം വാങ്ങി 12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം, 12% വാർഷിക പലിശ നിരക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പലിശ കണക്കാക്കുന്നുണ്ട്. 2 വർഷത്തെ കഴിഞ്ഞപ്പോൾ 9408 രൂപ കൊടുത്ത് അത് ആ കടം ക്ലിയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കടം വാങ്ങിയ തുക എത്ര? അപ്പോൾ കടം വാങ്ങിയ തുക എന്ന് പറയുമ്പോൾ പി, കാരണം 2 വർഷങ്ങൾക്ക് ശേഷം 9408 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് എമൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 9408, പി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുന്നത് 2 years ആർ 12% per annum. അപ്പോൾ ഹിയർ എ ഈക്വൽ ടു 9408, n ഈക്വൽ ടു 2 years, ആർ 12% per annum, പി നമുക്കറിയില്ല, കടം വാങ്ങിയ തുക, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഈക്വൽ ടു പി ഇൻറ്റു 1+r/100 റേഷ്യോ n. എയുടെ വാല്യൂ 9408 ഈക്വൽ ടു പി ഇൻറ്റു 1+12/100 റേഷ്യോ 2. 1+12/100 റേഷ്യോ 2. 12/100 എന്ന് വെച്ചാൽ 0.12. 1 + 0.12 1.12. അപ്പോൾ പി ഇൻറ്റു 1.12 സ്ക്വയർ ഈക്വൽ ടു 9408. പി ഇൻറ്റു 1.12 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9408. ദാറ്റ് ഈസ് പി ഇൻറ്റു 1.12 into 1.12 1.2544 equal to 9408. P equal to 9408 divided by 1.2544 equal to 7500. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് കടം വാങ്ങിയത് 7500. അപ്പോൾ 7500 രൂപ കടം വാങ്ങി 2 വർഷങ്ങൾക്ക് ശേഷം 9408 രൂപ കൊടുത്ത് അത് ക്ലിയർ ചെയ്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% ആണ്. Therefore sum borrowed equal to rupees 7500.